ഓൾ വെൽക്കം ടു ലില്ലിപ്പൂ. ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതായത് 18 വയസ്സ് തൊട്ട് 44 വയസ്സിലുള്ള ആളുകൾക്ക് ഇപ്പോൾ കൊറോണ വാക്സിനേഷനുള്ള രജിസ്റ്റർ ചെയ്യാനുള്ള വെബ്സൈറ്റ് ഓപ്പൺ ആണ്. ഞാനിപ്പോൾ ചെയ്ത് കഴിഞ്ഞുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് നമ്മുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഈസി ആയിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് സിമ്പിൾ പ്രോസസ്സാണ്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ ലൈറ്റായിട്ട് എടുക്കാതിരിക്കുക. ധാരാളം പേര് പറയാറുണ്ട് ഇതൊന്നും ചെയ്യില്ല, ഞാൻ വാക്സിനേഷനൊന്നും എടുക്കില്ല, ഭയങ്കര പ്രശ്നമാണ്, അങ്ങനെയൊക്കെ. ഇപ്പോൾ വാക്സിൻ കിട്ടാത്ത അവസ്ഥയാണ്. ഇപ്പോൾ രാജ്യത്തിൻ്റെ അവസ്ഥ കടന്നു പോയിക്കൊണ്ട അവസ്ഥ ഭീകരമാണ്. ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാം. അതായത് വാക്സിനൊക്കെ വളരെ ഷോർട്ടാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ സെക്യൂർ ആവാം. പിന്നെ വേണ്ട സുരക്ഷാ നടപടികളൊക്കെ എല്ലാവരും പാലിക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാം. ഓക്കെ, നമ്മൾ ആദ്യം ഗൂഗിൾ എടുക്കുക. അതിൽ www.cowin.gov.in www.cowin.government.in ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റ് ഓപ്പണായി വരും. 18+ to 44 വരെയുള്ള ആളുകൾക്ക് കോവിഡ് വാക്സിനേഷൻ ചെയ്യാനുള്ള സൈറ്റാണ്. രജിസ്റ്റർ സൈൻ ഇൻ യുവർ സെൽഫ് അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. OTP മെസ്സേജായിട്ട് വരും. ക്ലിയറായിട്ട് പറയുന്ന ഒട്ടും അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം നമുക്ക് OTP മെസ്സേജായിട്ട് വരും. OTP എടുക്കുക. നമുക്ക് വന്ന OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വെരിഫൈ കൊടുക്കുക. അതും കുറച്ച് നേരം ലോഡ് ചെയ്യും. സോ ഇങ്ങനെ വരും, വെൽക്കം. പിന്നെ രജിസ്റ്റർ മെമ്പർ. കുറച്ച് ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് താഴെ കൊടുത്തിട്ടുണ്ട്. അതായത് 18+ 44 ആണ്. ഫസ്റ്റ് ഡോസ് എടുത്ത ശേഷം ഇത്ര ദിവസം കൊണ്ട് അടുത്ത ഡോസ് എടുക്കണം. അങ്ങനെയുള്ള വിവരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ രജിസ്റ്റർ മെമ്പർ ക്ലിക്ക് ചെയ്യുക. അവിടെ ഇപ്പോൾ ഏതാണ് ID നിങ്ങളുടെ കയ്യിലുള്ളത് ആ ID വെച്ചിട്ട് ആ ID സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് പേരും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ജെൻഡർ കൊടുക്കുക, മെയിലാണോ ഫീമെയിലാണോ എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. ഇവിടെ ഒരു പെട്ടെന്ന് കൺഫ്യൂഷൻ, അതായത് പെട്ടെന്ന് ചെയ്യുന്ന ആളുകൾക്ക് കൺഫ്യൂഷൻ വരും. ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണ് നമ്മൾ പെട്ടെന്ന് വായിക്കാം. അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇയർ ഓഫ് ബർത്ത് എന്നാണ്. അപ്പോൾ എനിക്കും ആ കൺഫ്യൂഷൻ പറ്റി. അപ്പോൾ പറ്റിയ കൺഫ്യൂഷൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ കാണിക്കുന്നത്. ഇയർ ഓഫ് ബർത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ജനിച്ച വർഷം മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആധാർ നമ്പർ ആദ്യം ഞാൻ ഫില്ല് ചെയ്യാൻ വിട്ടുപോയി. ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏതാണ് ID എന്നുള്ളതും അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുക. മെയിലാണോ ഫീമെയിലാണോ, ഇയർ ഓഫ് ബർത്ത് കൊടുക്കുക. ദെൻ രജിസ്റ്റർ കൊടുക്കുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇത് ലോഞ്ച് ചെയ്തേക്കുന്ന ധാരാളം പേര് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും ആ ഒരു ഡിലേ വരുന്നത്. യെസ്, ഇൻഡിവിജ്വൽ രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി. അതായത് നമുക്ക് 4 പേരെ ഒരു മൊബൈൽ നമ്പറിൽ ഇതിൽ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഇത് ഒരെണ്ണം ഇൻഡിവിജ്വൽ രജിസ്റ്റർ സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നത്. നിങ്ങൾക്ക് കാണാം DOC1 റെഡ് കളറിൽ നിങ്ങൾ കണ്ടില്ലേ അവിടെ. അതെന്താ വെച്ചാൽ സ്കെഡ്യൂൾ ചെയ്തില്ല, എന്നാണ് വാക്സിനേഷൻ സ്കെഡ്യൂൾ ചെയ്തില്ലെന്നാണ് കാണിക്കുന്നത്. ബട്ട് ഞാനത് ക്ലിക്ക് ചെയ്ത് സ്കെഡ്യൂൾ ചെയ്യാൻ നോക്കിയപ്പോൾ, ഇപ്പോൾ ഞാൻ കേരള, എറണാകുളം അങ്ങനെ ഡിസ്ട്രിക്റ്റ് കൊടുത്ത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നോ വാക്സിനേഷൻ സെൻറ്റർ അവൈലബിൾ എന്നാണ് കാണിക്കണേ. അപ്പോൾ സ്കെഡ്യൂൾ ചെയ്യാൻ നോക്കിയിട്ട് പറ്റിയില്ല. സോ ഇന്ന് ലോഞ്ച് ചെയ്തുകൊണ്ട് പതിയെ അത് വരുമായിരിക്കും. സോ എത്രയും പെട്ടെന്ന് നമ്മൾക്ക് വാക്സിനേറ്റ് ചെയ്യാം.